ഹായ് ഓൾ, AR പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ പ്യാർ എന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പം ഈ ഒരു യൂണിറ്റിനകത്ത് സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഉള്ളത് ഒരു ഖുദ് സേ പ്യാർ എന്ന ഒരു കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് ശോഭനാഥ് യാദവ് ആണ്. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രോക്തി അല്ലെങ്കിൽ വിധ ഏത് വിഭാഗത്തിൽ പെടുവാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് ശോഭനാഥ് യാദവ് ആണ്. അദ്ദേഹത്തിൻ്റെ ജനനം ജൂൺ 14, 1937 शोभनाथ यादव का जन्म उत्तर प्रदेश में हुआ. वे लेखक और संपादक है. दराख्तों में सूरज, भस्मासुर की भूमिका, नरक गाथा आदि उनकी रचनाएं है. അപ്പം ശോഭനാഥ് യാദവിൻ്റെ ജന്മം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. വേ ലേഖക് ഔർ സമ്പാദക് ഹെ. അദ്ദേഹം എന്താ? എഴുത്തുകാരനും അതുകൂടാതെ സമ്പാദക് എന്ന് പറഞ്ഞാൽ എഡിറ്ററും ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ദരാക്തോമേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരക് ഗാഥ ആദി ഉൻകി രചനായം ഹെ. ഇവയെല്ലാമാണ് അദ്ദേഹത്തിന്റെ രചനകൾ. പറഞ്ഞു, ഇതൊരു കവിതയാണ്. खुद से प्यार. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. ഖുദ് സേ പ്യാർ, സ്വയം സ്നേഹിക്കുക. അപ്പം ഈ കവിതയിൽ എന്താണ് പറയുന്നത്? നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുക. സൂരജ് അപ്പനി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ആഗ് തീ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഊർജം, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം. അപ്പം ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂരജ് അപ്പനി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയ കോ ഭി. സൂര്യൻ എന്താണ്? സൂര്യൻ അതിൻ്റെ ആഗ് സേ അതിൻ്റെ തീഷ്ണത അല്ലെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ജ്വാല എന്നൊക്കെ പറയാം. അതെന്താ? സൂര്യൻ അതിൻ്റെ ആ ഒരു തീഷ്ണത അല്ലെങ്കിൽ ആ ഒരു ജ്വാലയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. അപ്പം സൂര്യൻ അതിൻ്റെ ആ ഒരു തീഷ്ണതയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അത്രത്തോളം ആ ഒരു തീഷ്ണത എന്താ ആ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ആ ഒരു ലോകത്ത് മുഴുവനായിട്ടും സൂര്യന് കൊടുക്കാൻ പറ്റുന്നു. ആ ഒരു വെളിച്ചം കാര്യങ്ങളുമെല്ലാം കൊടുക്കാനായിട്ട് പറ്റുന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഒരു അഗ്നി അല്ലെങ്കിൽ ആ ഒരു തീ, ചൂട് ഒക്കെ പറയുന്നത്. അപ്പം അതിനെ എന്താ? അത് സ്വയം ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് എന്ത്? ദുനിയാ കോഭി വോ ദേശകെ, ദുനിയ ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനായിട്ടും നൽകാനായിട്ട് സാധിക്കുന്നത്. ദറാഖ്ത് അപ്പനെ ഫൂലോം സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ഫൂലോം ദുനിയാ കോഭി. ദറാഖ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം. വൃക്ഷം അതിൻ്റെ പൂവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ആ പൂക്കൾ എന്താണ് ഈ ലോകത്തിനായിട്ട് നൽകുന്നത്. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. അപ്പം നമുക്കറിയാം മേഘം എന്ത് തരും? മഴ തരുന്നു. അപ്പം മേഘം ആ ഒരു ജലം, അതിൻ്റെ ആ ഒരു ജലം ഭൂമിക്ക് അല്ലെങ്കിൽ നൽകണമെങ്കിൽ അത് സ്വയം എത്രത്തോളം അതിനെ സ്നേഹിക്കുന്നു. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേ കി. മേഘം അതിൻ്റെ ആ ഒരു വെള്ളത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. അവര് ഈ ലോകത്തിനായിട്ടത് നൽകാൻ വേണ്ടി പോലും തയ്യാറാകുന്നു. മേ ഖുദ് സേ ഇത്തനാ പ്യാർ കരൂങ്കി ദേ സകൂ പ്യാർ കോ ഭി, ദേ സകേ പ്യാർ ദുനിയാ കോ ഭി. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മേ ഖുദ് സേ ഇത്തനാ പ്യാർ കരൂങ്കി, ഞാൻ എന്താണ്? എന്നെ ഇത്രത്തോളം സ്നേഹിക്കും എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ സ്നേഹം അത്രമേൽ ഉണ്ടായിരിക്കും, ഞാനത് ഉണ്ടാക്കിയെടുക്കും. ആ ഒരു സ്നേഹം മറ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിനായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നത്ര സ്നേഹം ഞാൻ സ്വന്തമായിട്ട് സ്നേഹിച്ച് ഞാൻ ഉണ്ടാക്കും. നമുക്കിതൊന്നുകൂടി നോക്കാം, എന്നിട്ട് അതിൻ്റെ ആശയം നമുക്ക് ലാസ്റ്റായിട്ട് പറയാം.
सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. അപ്പം സൂര്യൻ എന്താ, ആ സൂര്യന്റെ ആ ഒരു ആഗ് അല്ലെങ്കിൽ ആ ഒരു തീയെ എത്രമാത്രം സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം കൊണ്ട് സൂര്യൻ സ്വയം ആ ഒരു തീയെ അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തെ എല്ലാം സ്നേഹിക്കുന്നത് കൊണ്ട് എന്താ, അത് ലോകത്തെമ്പാടും വെളിച്ചം പകരുന്നു. ദറാഖ്ത് अपने फूलों से इतना प्यार करे कि वह दे सके फूलों दुनिया को भी. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്, വൃക്ഷം അതിൻ്റെ പൂവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ അത് ആ ഒരു പൂക്കൾ എന്ത് ഈ ഒരു ഭൂമിക്കായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിനായിട്ട് നൽകുന്നു. ബാദൽ अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. അപ്പം ബാദൽ മേഘം, ആ മേഘത്തിന്റെ ആ ഒരു ജലത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ദുനിയാ കോഭി ദേശകെ, ലോകത്തിനായിട്ട് ആ ഒരു ജലം നൽകുന്നു. മേ ഖുദ് സേ പ്യാർ കരൂങ്കി ദേ സകു പ്യാർ ദുനിയാ കോഭി. അപ്പം പറയുകയാണ്, ഞാൻ എന്താണ് സ്വയം സ്നേഹിക്കും. കാരണം എന്താണ്, മറ്റ് ദുനിയാ കോഭി, ലോകത്തിന് എമ്പാടും എന്നിൽ നിന്നുള്ള സ്നേഹം കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഞാൻ സ്വയം സ്നേഹിക്കും. ഇതിലെന്താണ് പറയുന്നത്, നമ്മൾ സ്വയമായിട്ട് എപ്പോഴും നമ്മൾ സ്വയമായിട്ട് സ്നേഹിക്കണം. നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണം. അത്തരത്തിൽ നമ്മൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ സൂര്യന്റെ കാര്യത്തിലാണെങ്കിലും വൃക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും മേഘത്തിന്റെ കാര്യത്തിലും എല്ലാം എന്താണ്, അവർ കൊടുക്കുന്നത് അവരുടേതായ കാര്യങ്ങളാണ്. സൂര്യൻ ആഗ് കൊടുക്കുന്നു, പിന്നെന്താണ് വൃക്ഷം പൂൽ കൊടുക്കുന്നു, ബാദൽ ജൽ കൊടുക്കുന്നു. അപ്പം അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അതിലെല്ലാം എന്താണ്, സ്നേഹം ഒരുപാട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി, ഈ ഒരു ലോകത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ലോകം മുഴുവനായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു മനസ്സിൽ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഖുദ് സേ പ്യാർ എന്ന ഈ ഒരു കവിത ശോഭനാഥ് യാദവ് സ്വാതന്ത്ര്യ സമര കാലത്താണ് എഴുതിയത്. അപ്പം ഈ കവിതയില് രചയിതാവായിട്ടുള്ള ശോഭനാഥ് യാദവ് സ്വയം സ്നേഹിക്കുന്നതിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത്. നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു സമയത്ത് എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും സന്തോഷവും മറ്റും ഉണ്ടാകുന്നു. സ്വയം സ്നേഹിക്കുന്നതിലൂടെ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്കൊക്കെ മുന്നേറാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ടും മാറുന്നു. അപ്പം ഈ കവിതയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ എന്താണ്, ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നമ്മുടെ ആത്മവിശ്വാസം, നമ്മൾ സ്വയം സ്നേഹിച്ച് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമാണ് ഈ കവിതയിൽ പറയുന്നത്. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ബാക്കി ചാപ്റ്റേഴ്സും പതിയെ ഇടുന്നതായിരിക്കും. നിങ്ങളെ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്